ഓക്കെ ഡിയേഴ്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാർട്ട് ഓൺലൈൻ ഫയലിംഗ് ആൻഡ് റിട്ടേൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻകം ടാക്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു കൺക്ലൂഷൻ പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇൻകം ടാക്സിനെ പറ്റി അനലൈസ് ചെയ്തു. അതെങ്ങനെയാണ്, ഏത് വിഭാഗമാണ് നമ്മൾ ഗവൺമെൻറ് എംപ്ലോയീസിന് ഗവൺമെൻറ് എടുക്കുന്ന അലവൻസും ഗവൺമെൻറ് കൊടുക്കുന്ന അലവൻസും അവരെടുക്കുന്ന ടാക്സസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അറ്റ് ലാസ്റ്റ് നമ്മൾ ഇനി ഓൺലൈനിൽ ഇതെങ്ങനെ ഫയൽ ചെയ്യാം, ഫയലിൽ ഇത് എന്താണ്, എങ്ങനെയാണ് ഇത് വെരിഫിക്കേഷൻ ചെയ്യുന്നത്, ഫയൽ എങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും, ഫയൽ ഡോക്യുമെന്റ്സ് എങ്ങനെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും, ഓരോരുത്തരുടെ സാലറി, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഗവൺമെന്റ് എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും സാലറി ബേസും അവരെടുക്കുന്ന മെഡിക്കൽ അലവൻസും അത് ഓരോരുത്തർക്കും ഒരാളുടെ പ്രസവത്തിന്റെ ഇതാണെങ്കിൽ മറ്റൊരാൾ മെഡിക്കൽ ലീവ്, വേറെ എന്തെങ്കിലും ആക്സിഡന്റ് ബേസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പലരും മെഡിക്കൽ ലീവ് ഒക്കെ എടുക്കും. എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ പലതും പല വിഭാഗത്തിലായിരിക്കും. പല സാലറീസ് നിന്ന് പലതും കട്ട് ചെയ്യുന്നതും പല അലവൻസ് കൊടുക്കുന്നതും അതോ പിന്നെ ഓരോരോ ജോലിൻ്റെ പ്രത്യേകത ഉണ്ടാവുമല്ലോ. ഓരോ ജോലി സംബന്ധമായിട്ടാണ് സാലറീൻ്റെ ഒരു സ്കെയിൽ വരുന്നത്. എല്ലാവർക്കും ഒരേ തരം സാലറി അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഓരോ ഗവൺമെൻറ് എംപ്ലോയിൻ്റെയും സാലറിയും ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അലവൻസും ഗവൺമെൻറ് പിടിക്കുന്ന പല വിധത്തിലുള്ള ടാക്സസും ഒക്കെ അനലൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെറിയ കാര്യമല്ല. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു ഫയൽ ചെയ്യുക, ആ ഒരു ഫയലിങ്ങും അതിൽ പിടിക്കുന്ന ഇൻകം ടാക്സിൻ്റെ ശതമാനം എത്രയാണെന്നുമാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ ഫയലിംഗ് ആൻഡ് റിട്ടേൺസ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ പറഞ്ഞു 1961 ആ ഒരു എന്താ പറയുക ലോസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് ഇൻകം ടാക്സ് ഫിനാൻഷ്യൽ ആക്ട് പ്രകാരം 1961 മുതൽ സെക്ഷൻ 1 to സെക്ഷൻ 53 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓരോ പാർട്ടിലും. അങ്ങനെ ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്, ആ ഒരു സെക്ഷൻ ലാസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓരോ സെക്ഷനിൽ ഓരോ അലവൻസും മെഡിക്കൽ അലവൻസും, അതായത് അവർക്ക് കിട്ടുന്ന പിന്നെ ഹാൻഡിക്യാപ്പ് ആണെങ്കിലും പിന്നെ ബിൽഡിംഗ് ടാക്സസും പിന്നെ ഓരോരുത്തർ കൈവശം വെക്കുന്ന ബിൽഡിങ്ങും, അതായത് ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിൽ ഉൾപ്പെടാത്ത ടാക്സസും, അങ്ങനെ എന്താ പറയുക, ഇന്ത്യ ഗവൺമെൻറ്റിൽ ഓരോരോ കമ്മ്യൂണിറ്റി ജീവിക്കുന്ന ഓരോ മനുഷ്യരും പല വിധത്തിലുള്ള പല സാമ്പത്തിക പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ആ സാമ്പത്തിക പ്രവർത്തനം ഒരു പക്ഷേ ഗവൺമെൻറ് എംപ്ലോയി എന്ന നിലയിലാവാം, അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് വലിയ അംബാനി അങ്ങനെയുള്ള വലിയ സാമ്പത്തിക ഡീലിങ്സും ട്രാൻസാക്ഷനും ഒക്കെ നടത്തുന്ന ആളുകളുണ്ട്. അതായത് ഗവൺമെൻറ് എംപ്ലോയി അല്ലാത്ത വിധം. അപ്പോൾ അതൊക്കെ എങ്കിലും എന്തായിട്ടുണ്ട്, ഗവൺമെൻറ് ടാക്സ് പിടിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാൽക്കുലേഷനും ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് ഫയൽ ചെയ്ത് സൂക്ഷിച്ച് ഓരോരുത്തർക്കും കിട്ടുന്ന ഇൻക്രിമെന്റ് എത്രയാണ്, അവർ മെഡിക്കൽ ലീവിൽ എത്ര, എങ്ങനെ സാക്ഷനായി, അതൊക്കെ നോക്കുന്ന ഒരു വെരിഫിക്കേഷൻ ക്ലാസ് ആണിത്. ഓൺലൈൻ ഫയലിംഗ് ആൻഡ് റിട്ടേൺസ് എന്നാണ് നമ്മുടെ ക്ലാസ്സിന്റെ പേര്. നമ്മുടെ പാർട്ടിൽ അത് ITR ഫസ്റ്റ് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ITR, I മീൻസ് ഇൻകം, T ഫോർ ടാക്സ്, R ഫോർ റിട്ടേൺ. ഓക്കെ, ITR എന്നാണ് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ തന്നെ മിസ് ജസ്റ്റ് അതിന് എന്ത് വായിച്ചു തരാം, ഒരു ഇൻട്രൊഡക്ഷനും മിസ് അല്ലെ ഓൺലൈൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിനൊരു ഇൻട്രൊഡക്ഷൻ മിസ് വായിക്കാം. ഓക്കെ, ഇതിൽ എല്ലാത്തിനും പോലെ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഒബ്ജക്റ്റീവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ITR എന്നാൽ എന്ത് എന്നുള്ളത് എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും എന്നല്ല, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ ഓരോ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ITR ഇൻകം ടാക്സ് ആണ് ITR. ഓക്കെ, നെക്സ്റ്റ് ടു നോ വാട്ട് ആർ ദ വേരിയസ് ഡോക്യുമെന്റ് റിക്വയർഡ് ഇൻ ഫയലിംഗ്. ഫയലിലേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് ദ ബെനിഫിറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ, അത് ഫയലിംഗിൻ്റെ ഒരു കൊമേഴ്സ് പഠിച്ച പോലെ ഫയലിൻ്റെ ആ ഡോക്യുമെന്റ്സ് റിട്ടേണിൽ എന്തൊക്കെയാണ് നമ്മൾ വെരിഫിക്കേഷനും കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതൊക്കെ തന്നെ അഡ്വാൻറ്റേജസും ബെനിഫിറ്റും ഒക്കെ തന്നെ. യു നോ ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോർ ഫയലിംഗ് ഓഫ് റിട്ടേൺസ് ആൻഡ് യു നോ വേരിയസ് ഡു ആൻഡ് ഡോൺ ടു ഫയലിംഗ് റിട്ടേൺസ്. അതായത് ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ അക്കോർഡിംഗ് ടു സെക്ഷൻ 139 സെക്ഷൻ 1A പ്രകാരം, ഏത് പ്രകാരമാണ് 1961 ഫിനാൻഷ്യൽ ആക്ടിലെ സെക്ഷനാണ് ഏത്, 139A പ്രകാരം ഇൻകം ടാക്സ് ആക്ട് ഇൻ ഇന്ത്യ 1961 in India, and according to this section, individual having total income in the previous year more than the maximum amount which is chargeable to tax
അതായത് ഇന്ത്യ മഹാരാജ്യത്തിലെ ഏത് വ്യക്തിയും എന്ത് ട്രാൻസാക്ഷൻ വലിയ വലിയ സാമ്പത്തിക ഇടപാട് നടത്തുകയാണെങ്കിലും അതിൻ്റെ ഒരു വിഹിതം ഗവൺമെൻറ് കമ്പൽസറി നിർബന്ധമായും ഇന്ത്യ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യണം, കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഗവൺമെൻറ് അത് എന്ത് ചെയ്യും, നമ്മളെ പിടിച്ചെടുക്കും. ആ ഒരു ഇത് 139 ആക്ടിലാണ് പറയുന്നത്. ഷുഡ് ബി ITR ഇൻകം, that is known as ITR income. അതാണ് I for income, T for tax, R for return. ഇൻകം ടാക്സ് റിട്ടേൺ എന്നാണ് അതിൻ്റെ പേര്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കുക. റിട്ടേൺ അടിച്ചു പോകാന്ന് പറഞ്ഞാൽ തിരിച്ചു പോകുക അല്ലേ. അപ്പോൾ എന്താണ് തിരിച്ചുകൊണ്ട് എടുക്കുന്നത്? എംപ്ലോയീസിൻ്റെ സാലറി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടക്കുന്ന സാമ്പത്തിക വിദഗ്ധരുടെ അല്ലെങ്കിൽ സാമ്പത്തിക മുതലാളിമാരുടെ ട്രാൻസാക്ഷനിൽ എക്കണോമിക് ഡീലിംഗ് നടത്തുന്ന ആളുകളുടെ ഒരു ശതമാനം, ഇത്ര ശതമാനം ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യണം, ടാക്സ് അടച്ചിട്ട് അത് റിട്ടേൺ ആയിട്ട് അവർ തിരിച്ചെടുക്കുന്നതായിരിക്കും കമ്പൽസറി. ദാറ്റ് ഈസ് റിട്ടേൺ, ITR, ഇൻകം ടാക്സ് റിട്ടേൺ. ഓർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ടു ക്യാൻ ബി ഐദർ ഫിസിക്കൽ മോഡ് ഓർ ബൈ എനി ഓൺലൈൻ മോഡ്. അതായത് എന്ത് ചെയ്യാം, ഓൺലൈനിലാണ്. ഇപ്പം എല്ലാം എന്താ ചെയ്യുന്നത്, നമുക്ക് അക്ഷയയിലാണ് നമ്മൾ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ്, ഇൻകം ടാക്സ് പോട്ടെ, ചെറിയ സ്റ്റുഡൻസിനൊക്കെ പഠിക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ID കാർഡ്, നമ്മുടെ ആധാർ കാർഡ്, എന്ത് ചെറിയൊരു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ ഫിസിക്കലി നമ്മൾ അവിടെ വരെ പോയിട്ട് ചെയ്യുന്നു വേണ്ട. ഇനിയിപ്പോൾ തിരുവനന്തപുരത്തോ അല്ലെ അങ്ങനെയൊന്നും അല്ല, ഇപ്പം എന്താണ്, ഫുൾ ഓൺലൈൻ സർവീസാണ്. അതേപോലെ ഇതും എന്താണ്, ഓൺലൈൻ ഫയലിംഗ് ആണ്. ദിസ് ഓൺലൈൻ ഫയലിംഗ് ഈസ് റിട്ടേൺ ക്യാൻ ബി ഡൺ ഐദർ ഓർ ഫിസിക്കൽ മോഡ്, എനി ഓൺലൈൻ മോഡ്. വെൻ ദ ഫയലിംഗ് ഈസ് റിട്ടേൺ ഈസ് ഡൺ ഓൺലൈൻ, ഇറ്റ്സ് നോൺ ആസ് ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ. അതായത് when the മിസ് സെൻറ്റൻസ് വായിക്കുന്നത് ശ്രദ്ധിക്കുക. when the filing of return is done, ആ ഫയൽ റിട്ടേണിൻ്റെ സംബന്ധിച്ച് മീൻസ് സാലറി റിട്ടേൺ എന്ന് പറഞ്ഞ ടാക്സ് ആണ്, നിങ്ങൾ മറന്നു പോകരുത്. ഈ ടാക്സ് സംബന്ധിച്ച് ഡൺ ഇൻ ഓൺലൈനിൽ ചെയ്യുന്ന ഈ ഒരു കാര്യം ഇറ്റ് ഈസ് നോൺ ആസ് ഓൺലൈൻ മോഡ്. ഇതിനെയാണ് ഓൺലൈൻ മോഡ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്, ITR എന്ന് പറയുന്നത്. In the previous unit, we already discussed the filing of return. Tax authorities unit will given the overview of e-filing returns. like നമ്മളൊരു ഓവർവ്യൂ നോക്കിയതാണ്. കാരണം ടാക്സ് എത്രത്തോളം ടാക്സ് ആണ് അവർ ഓരോ എംപ്ലോയീസിൻ്റെതും എങ്ങനെയൊക്കെയാണ് പിടിക്കുന്നത്, അതിൻ്റെയൊക്കെ ശതമാനം, അതിൻ്റെയൊക്കെ ഓരോ സെക്ഷൻ പ്രകാരം അല്ലേ, 1961 ആക്ട് പ്രകാരം ഓരോ സെക്ഷൻ പ്രകാരം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പറഞ്ഞു, അല്ലാത്ത കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നമ്മളെ ഇന്ത്യയിലുള്ള പല ഡിപ്പാർട്ട്മെൻറ്റിലും പലരും പിന്നെ ഔട്ട് ഓഫ് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അവർക്ക് എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലെ എംപ്ലോയീസ് ഔട്ട് ഓഫ് പോകുമ്പോൾ ഇവിടെ എങ്ങനെ ബെനിഫിറ്റ്, ഇവിടുത്തെ എന്താ ടാക്സ് കൊടുക്കേണ്ട, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ ഇൻകം ടാക്സിൽ ഉൾപ്പെടുത്തേണ്ടതൊക്കെ ഓൺലൈൻ ഫയലിംഗ്. അതായത് ഇവരെ സാലറീൻ്റെ ഒരു ഡോക്യുമെൻറ്റിൻ്റെ അവർക്കൊക്കെ ഒരു ലോഗോ അല്ലെങ്കിൽ ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ കയറിയിട്ട് അവർ ഓരോരോ ഡോക്യുമെൻറ്റ് നമ്മളെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ കൊടുത്താൽ അതൊക്കെ കറക്റ്റ് 1 by 1 ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണിക്കും. അതിനനുസരിച്ച് ഓരോ ഓപ്ഷനും നമുക്ക് ടിക്ക് ചെയ്ത് പോയാൽ എന്ത് കാണാൻ പറ്റും, നമ്മുടെ ഇൻകം ടാക്സിന് അവിടെ വേരിയേഷൻസും എത്രത്തോളം ഇൻകം ടാക്സ് അവരെ സാലറിയിൽ നിന്ന് പിടിക്കുന്നുണ്ട്, മെഡിക്കലിന് എത്ര പിടിച്ചു, പിന്നെ ഓരോ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വരുമല്ലോ. നമ്മളെ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വയനാട് ചൂരൽമല ദുരന്തത്തിന് ഒരു വർഷം ജൂലൈ 31 ഓഗസ്റ്റ് 1 അറിയില്ല അല്ലേ, 31 or 38 ചൂരൽമല ദുരന്തം 1 year കംപ്ലീറ്റ് ആവുക, ഒരു വർഷം തികയാണ് ആ ഒരു മഹാദുരന്തത്തിന്. ആ സമയത്ത് ഗവൺമെൻറ് നമ്മൾ ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ട് എന്താ ചൂരൽമല നിങ്ങൾ വിചാരിക്കും. അതായത് വയനാട്ടിൽ നടന്ന ആ ഒരു ദുരന്തത്തോടനുബന്ധിച്ച് ഓരോ ഗവൺമെൻറ് എംപ്ലോയീസിനോടും ഗവൺമെൻറ് ടാക്സ് എന്ന രീതിയിൽ, ടാക്സ് ആയിട്ടല്ല, ഈ എന്താ പറയുക, കെടുതി മീൻസ് ദുരന്തത്തിലേക്ക് ഓരോ എംപ്ലോയീസിന് വക ഇത്ര ശതമാനം ഫണ്ട് അല്ലേ അവരെ സാലറിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, അവരുടെ സാലറിയിൽ നിന്ന് പിടിക്കുന്നുണ്ട് ദുരന്തത്തിന്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ആകുമ്പോൾ എല്ലാവരുടെ സാലറി ഒരേപോലെ അല്ല, പലരുടെയും ശതമാനം വ്യത്യാസം ഉണ്ടാവില്ലേ അവരുടെ സാലറിയിൽ നിന്ന് ഈ ഒരു ഫണ്ടിലേക്ക് റിലേറ്റ് ആകുമ്പോൾ പലതും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വേരിയേഷൻസ് ഒക്കെ എന്തിൽ കാണിക്കുന്നു, ഓൺലൈൻ ഫയലിംഗ് റിട്ടേൺസിൽ കാണിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഡോക്യുമെൻറ്റ്. നമ്മൾ പറഞ്ഞല്ലോ വാട്ട് ഈസ് ITR ഡിസ്കസ് ചെയ്തു. ഡോക്യുമെൻറ്റ് മീൻസ് സാലറി ഡോക്യുമെൻറ്റ്. ഇതിൽ കുറേ പേയ്മെൻറ്റ്സ് ഡോക്യുമെൻറ്റ്സ് പിന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൽ എഴുതാനുണ്ട്. പിന്നെ അതിൽ റീഫണ്ട് ചെയ്തത്,
തിരിച്ച് റീഫണ്ട് ചെയ്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നതായിരിക്കും. പിന്നെ അതിൽ കാണിക്കുന്നത് കൺഫർമേഷൻ ഉണ്ടാവും.